വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി. എന്ത് കിട്ടും നമ്മളെന്താ രക്ഷപ്പെടാത്തത്? എന്താടോ ഞാനും അതാലോചിക്കുന്നത്, എന്ത് കളിച്ചിട്ട് ഞാൻ ക്ലച്ച് പിടിക്കുന്നില്ല. അല്ല, എനിക്കിന്ന് പണിയൊന്നുമില്ലേനു? ആ ഇമ്മക്ക് പറ്റി പണിയെന്നുള്ള നാട്ടില്? അല്ലടോ, എനിക്ക് പെയിന്റിങ്ങിന്റെ പണിക്ക് പോയിക്കൂടാ ശശിയുടെ കൂടെ ഹെൽപ്പറായിട്ട്? പെയിന്റിങ്ങിന്റെ പണി എനിക്ക് നടക്കൂല. പൊടീന്റെ അലർജി ഭയങ്കര പ്രശ്നമാണ്. മാത്രല്ല ഇത് എകരത്തൊക്കെ കയറുകയും വേണം. എനിക്ക് ആ ചാലപ്പുറത്തെ രാഘവയുടെ കൂടെ കെട്ടിന്റെ പണിക്ക് പോയ പോരെ? ചാലപ്പുറത്ത് രാഘേട്ടൻ്റെ കൂടെയോ? മൂപ്പർ റേഡിയോ തുറന്നു വെച്ചിട്ടുണ്ടോ? രാവിലെ തുടങ്ങും കഥ പറച്ചില്. പണിക്ക് പോയാൽ പണിയെടുക്കണം. മാത്രല്ല ഒരു റെസ്റ്റ് മൂപ്പർ തരൂല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണി തീർന്നിട്ടാണ് നമുക്ക് പോരാൻ പറ്റൂ. അങ്ങനെയാണ് എനിക്ക് ആ തേപ്പിന്റെ പണിക്ക് ഞാൻ പോയിക്കൂടെ? തേപ്പ് എന്ന് പറഞ്ഞ വാക്കനോട് മിണ്ടരുത്. വെറുത്തു പോയാനാ വാക്ക്. അതെന്താടോ? ധന്യനെ സൗമ്യനൊക്കെ ഓർമ്മ വരൂടോ. അതൊക്കെ ഒരു കാലം. ഓ സൗമ്യ, നീ എന്തൊക്കെ പറയുന്നത്? എനിക്കും പണിയൊന്നുമില്ലേ? ഞാൻ ഇന്ന് ലീവാക്കിയ. നാളെ അമ്മേന്റെ കാര്യത്തിന് കൊണ്ടൊന്ന് കോഴിക്കോട് കൊണ്ട് കാണിക്കേ. നാളെ പോണേ കൊണ്ട് ഇന്ന് ലീവാക്കിയതാ? ആ, ഇന്നലെ പണിയില്ലേനോ? ഇന്നലെ അമ്മേന്റെ കാര്യത്തിന്റെ ആധാർ കാർഡ് ശരിയാക്കാൻ പോയതാ. അയേ, എന്നാ മറ്റന്നാൾ എന്തായാലും പണി ഉണ്ടാവൂലേ? മറ്റന്നാളല്ലേ തൊഴിലുറപ്പിന്റെ പൈസ ആകാൻ പോണ്ട്. ആരെ? അമ്മേന്റെ കാര്യത്തിന്റെ. എനിക്കിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ പണിയും കഴിയല്ലേ? കുറച്ച് ദിവസമായിട്ട് പണിക്കൊന്നും പോക്കില്ല, സുഖല്ലേനു. ശരിക്കും എന്തെന്ന് അസുഖം? ഡോക്ടറെ കാണിച്ചിക്കടോ, ശരീരം അത് അനക്കണ്ടെന്നാ പറഞ്ഞത്. പിന്നെ വേർപ്പിന്റെ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിക്കാതെ കൊണ്ട് ഇനിയിപ്പോ മരുന്ന് കണ്ടുപിടിച്ചാലേ പണിക്ക് പോകാൻ പറ്റും.